ലോക്സഭയിലേക്ക് രണ്ടാമതും തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് അല്പസമയത്തിനകം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. രാവിലെ 10:00 എടവണ്ണയിലാണ് ആദ്യ പരിപാടി. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്നതിൽ പ്രഖ്യാപനമുണ്ടാകുമോ എന്നതിലാണ് ആകാംക്ഷ. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എപ്പോഴാണ് രാഹുൽ ഗാന്ധി എത്തുക? ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ രാഹുലിന്റെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് കരുതാമോ? വേണു, അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തെത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്ന വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി കരിപ്പൂരിൽ എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ നേതാക്കൾ നിലവിലൂടെ എത്തിയിരിക്കുകയാണ്. ആദ്യ പരിപാടി നിലവിൽ എടവണ്ണയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഏറനാട് നിയോജക മണ്ഡലത്തിലെ എടവണ്ണയിൽ ആദ്യ പരിപാടി രാഹുൽ ഗാന്ധി പങ്കെടുക്കും. പിന്നാലെ അദ്ദേഹം ഉച്ചയോടുകൂടി വയനാട്ടിലേക്ക് തിരിച്ചു. വയനാട്ടിൽ കൽപ്പറ്റയിലാണ് രണ്ടാമത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായാണ് നിലവിൽ മണ്ഡലത്തിൽ എത്തുന്നത് എന്നുള്ള ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ടിരിക്കുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി നിലവിൽ ഈ വയനാട് വിടുന്ന കാര്യത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഇതൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചന നമുക്ക് നിലവിൽ ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നത് വയനാട് വിടില്ല, വയനാട് തീർച്ചയായും ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയായിരുന്നു. എന്നാൽ പിന്നീടാണ് നിലവിൽ അതിലൊരു മാറ്റം വരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് വൃത്തങ്ങൾ നമുക്ക് നൽകി മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നത്. ഇതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ സന്ദർശന വേളയിൽ ഒരു പക്ഷേ ഔദ്യോഗികമായി തന്നെ രാഹുൽ ഗാന്ധി തന്നെ അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തെത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കോൺഗ്രസ് നേതാക്കൾ നിലവിൽ വിമാനത്താവളത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 3,64,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ നിന്നും വിജയിച്ച് കയറിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് റായ്ബറേലിയും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരും ഉള്ളത്. പ്രത്യേകിച്ച് വിമാനത്താവളത്തിന് പുറത്ത് വലിയ സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 100 കണക്കിന് പ്രവർത്തകർ വിമാനത്താവളത്തിന് പുറത്ത് നിലവിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. വിമാനത്താവളത്തിനകത്ത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി പുറത്തേക്ക് എത്തുകയും പിന്നീട് ഇവിടെ നിന്ന് നേരെ അദ്ദേഹം റോഡ് മാർഗം എടവണ്ണയിലേക്ക് തിരിക്കും. എടവണ്ണയിലാണ് നിലവിൽ റോഡ് ഷോയും അതോടൊപ്പം തന്നെ പൊതുജനത്തെ അഭിസംബോധന ചെയ്യുക സ്വാഭാവികമായി എടവണ്ണയിലായിരിക്കും. അദ്ദേഹം വോട്ടർമാരോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ വയനാട് വിടുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി റോഡ് മാർഗം ഈ വയനാട്ടിലേക്ക് എത്തും. വയനാട്ടിൽ ഏതാണ്ട് 12:30 കൂടി രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ ഒരുക്കിയിരിക്കുന്ന വലിയ സ്വീകരണ പരിപാടിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടു കൂടി വലിയൊരു സ്വീകരണമാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വേണോ? ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.